വൃത്തിയിടെന്ന് കാണിക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് എൻ്റെ നെറ്റിയുള്ളത് കേട്ടോ. നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങുകയാണ്. ചിലപ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. കാരണം ചെയ്യുന്നത് മാത്രം കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യുന്നതിൽ ഞാൻ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇത് പ്രൊമോഷണൽ വീഡിയോ അല്ല കേട്ടോ. പ്രൊമോഷണൽ വീഡിയോ ആണെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊമോഷൻ ഒക്കെ കൊടുക്കണം, ഒരുപാട് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പ്രൊമോഷണൽ വീഡിയോ അല്ല. ഇത് ഒരുപാട് പേര് റിവ്യൂ ചെയ്യുന്ന കണ്ടതിന് ശേഷവും പിന്നെ നമ്മൾ കുറേ ഡോക്ടേഴ്സ് പോലും നന്നായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഈ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീട്ടിലുണ്ട് അങ്ങനെ തിളപ്പിച്ചിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്തോളൂ. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കിയതിലൊക്കെ വെച്ചിട്ട് അത്യാവശ്യം റിവ്യൂ കണ്ടത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇതില് പ്രൈസ് കാണുന്നത് 350 റുപ്പീസ് ആണ്. എനിക്ക് എന്തോ ഓഫറിനാണ് കേട്ടോ. എനിക്ക് 200 സംതിങ്ങിനാണ്. ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതെനിക്ക് കൊളാബല്ല, ഞാൻ വീണ്ടും പറയാണ്, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴേ എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഇത് എന്തായാലും വാങ്ങണമെന്ന്. ഇതിനെ നമ്മൾ ഡോക്ടേഴ്സ് അടക്കം പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഹെയർ വളരും എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ നമ്മളിത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ മുടി വളരാനുള്ള എല്ലാ സംഭവവും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മുടിയിൽ പെട്ടെന്നൊരു ആബ്സെൻസ് വരികയാണ്. മുടിക്ക് കിട്ടിയ എന്തോ ഒരു സംഭവം പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ മുടി വളരെ നല്ല രീതിയിൽ കൊഴിയുന്നതാണ് പറയുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ പതിയെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഇടവിട്ട് അങ്ങനെ പതിയെ മാത്രമേ നമ്മളൊരു സംഭവം മുടിക്ക് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാവൂ. അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ പറയുന്നതല്ല. നമുക്കിപ്പോൾ നല്ല ഭക്ഷണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മുടെ തടിയും നമ്മുടെ സ്കിന്നും ഒക്കെ നന്നാവും അല്ലേ. അപ്പോൾ പെട്ടെന്ന് അത് കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നമ്മുടെ ബോഡി അതിനെതിരെ പ്രതികരിക്കും. അതുപോലെ തന്നെയാണ് മുടിയുടെ കാര്യം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും കാര്യമായിട്ടില്ല. എനിക്കുള്ളൊരു പേടി, എനിക്ക് ടോൺസിലൈറ്റിസിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഇതെനിക്ക് എത്ര നേരം തലയിൽ വെച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ പാക്കറ്റ് പോലും പൊളിച്ചില്ല. ഇപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഡെയിലി ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാറില്ല. ഞാൻ ചില സമയത്ത് ഒരു 5 ഡേയ്സിൽ ഒരു തവണയൊക്കെയാണ്. പിന്നെ എൻ്റെ സ്കാൽപ്പ് എങ്ങനെ ഡ്രൈ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ ടൈപ്പ്, മുടിയുടെ ടൈപ്പൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് 2 ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നിങ്ങൾ എണ്ണ ഇട്ടാൽ മതി. ഭയങ്കര ഡ്രൈ ആണെങ്കിൽ ഓരോ ദിവസം ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ ഡെയിലിയോ അപ്ലൈ ചെയ്യാം. ഓയിൽ അധികമായാലും മുടി വളരും എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ നമുക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഡെയിലി നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്നതും അത്ര നല്ലതല്ല. അപ്പം അതും കൂടെ കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, കാരണം വേറെ ഒന്നിനും സമയമില്ല. അപ്പോൾ പിന്നെ ട്രൈ ചെയ്യുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിതിപ്പോൾ പൊളിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. കാരണം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒരുപാട് അപരന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പം ഞാൻ വാങ്ങിച്ചത് എന്താണെന്നുള്ളതിൻ്റെ ഞാൻ ജസ്റ്റ് താഴെ ലിങ്ക് കൊടുത്തേക്കാം. വേണ്ടവർക്ക് വാങ്ങിക്കാം. ഇനി ഇല്ല, നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചിട്ട് തന്നെ ട്രൈ ചെയ്യാനാണ് താല്പര്യം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാണ്. ഇതൊരു ചെറിയൊരു പുകച്ചൽ പോലെ ഉണ്ട് കേട്ടോ. പാച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതാ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. കുറച്ചേരം അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് നേരം നമ്മൾ ഇരിക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹെയറിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എൻ്റെ മുടിയുടെ മൊത്തം വോളിയം ഇതാ ഇത്രയേ ഉള്ളൂ. ഇത്രയേ എനിക്ക് വോളിയം ഇപ്പോൾ ഉള്ളൂ കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഞാനൊന്നും എൻ്റെ ഹെയറിൽ ചെയ്യുന്നില്ല. അതുപോലെ ഞാൻ ഫുഡ് കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എല്ലാം നമുക്കറിയാമല്ലോ, ന്യൂ മോം ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം അറിയായിരിക്കും അത് തന്നെ സംഭവം. പ്രോപ്പറായിട്ട് വെള്ളം കൂടി ഞാൻ കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ പീരീഡ്സ് ആയിട്ടാണുള്ളത്. അതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട്, നല്ല പെയിനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വൃത്തിയിടന്ന് കാണിക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് എൻ്റെ നെറ്റി ഉള്ളത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ബേബി ഹെയർസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഓൾറെഡി ഇത്രയും ബേബി ഹെയർസ് എനിക്കുണ്ട്. ഇത്രയും ബേബി ഹെയർസ് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതുകൊണ്ട് വന്നതല്ല,
എന്ന് കാണിക്കാനും കൂടിയിട്ടാണ്. ഇനി പുതുതായിട്ട് എന്തെങ്കിലും വരുമോ എന്നുള്ളതും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് എൻ്റെ ഹെയറിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി സപ്പോസ് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഡെഫിനറ്റായിട്ട് ഞാൻ നിങ്ങളോട് പറയും കേട്ടോ. എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ പറയും. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഒരുപാട് അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ ഒരു മൂർത്തിയിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഇനി ആ ഭാഗത്ത് മുടി വേണ്ടേന്ന് ചോദിച്ചാൽ അവിടെ അപ്ലൈ ചെയ്ത് ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാത്തത്. ഇത് അപ്ലൈ ആവുന്നുണ്ടോ നോക്കാതെ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഒറ്റ സ്പ്രേയിൽ തന്നെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ഓവർനൈറ്റ് ഒക്കെ വെച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. എനിക്ക് പറ്റില്ല കേട്ടോ. അപ്പൊ ഇതാ ഓൺ ഓഫ് ബട്ടൺ ഇതാ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രസ് ചെയ്താൽ ഓൺ ആവും കേട്ടോ. ഇപ്പോൾ ഓഫ്. ഇതാ ഇവിടെ പ്രസ് ചെയ്താൽ ഓൺ ആണ്, ഇവിടെ പ്രസ് ചെയ്താൽ ഓഫാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ലൈറ്റായിട്ടൊരു ഒരുപാട് അമർത്തിയിട്ട് മസാജ് കൊടുക്കരുത്. നിങ്ങൾക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നനഞ്ഞിരിക്കുന്ന മുടി ഒരുപാട് മസാജ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. ഇപ്പം എനിക്ക് ഏകദേശം ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് മസാജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾ മസാജ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ഒരു കോമ്പ് എടുത്തിട്ട് നല്ല പല്ലകന്നിട്ടുള്ള കോമ്പ് എടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്താൽ മതിയാവേ. ഞാനിനി ഫുഡ്, വെള്ളം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പോവാണ് ഇന്ന് മുതൽ. അപ്പോൾ ഇതാ ഞാൻ മസാജ് ചെയ്യും. എനിക്കില്ലേ നമ്മളെ വിക്സ് ഇല്ലേ, വിക്സ് മുട്ടായില്ലേ പണ്ടത്തെ, അതിൻ്റെയൊക്കെ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് സത്യം പറഞ്ഞാൽ. ഈ നീരിറക്കത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആ ടെൻഷൻ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് ഞാൻ ഇനി 30 ദിവസം ചെയ്യാൻ പോകുന്നത്. എല്ലാ ദിവസവും ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് വെച്ചിരിക്കും കേട്ടോ. മിനിമം ഒരു 20 മിനിറ്റ് വെച്ചിരിക്കും. നിങ്ങൾക്കിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് ഇരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും റിസൾട്ട് തരിക. ഇതുകൊണ്ട് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ റിസൾട്ട് കുറച്ച് സ്ലോ ആയിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വെച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കൂടുതൽ കിട്ടും കേട്ടോ. ഞാനിത് എങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി മുടി നല്ല രീതിയിൽ വളരണമെങ്കിൽ മുമ്പോട്ട് ഇട്ടിട്ട് ചെയ്താൽ മതിയാ. മുടി ഇതെങ്ങനെ ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതാണ് നനഞ്ഞിരിക്കുന്ന മുടി മസാജ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്യാട്ടോ, നോക്കിയിട്ട് മസാജ് ചെയ്യാം. ഓക്കെ. ഇനി മുടി കെട്ടി വെക്കരുത് കേട്ടോ. നനഞ്ഞ മുടി കെട്ടി വെക്കരുത്. മുടിക്കായ ചിലവർക്ക് പെട്ടെന്ന് വരും, അതുകൊണ്ടാണ് കെട്ടി വെക്കരുത്. അപ്പം ഞാനിത് അഴിച്ചിടാൻ പോവാണ് ഇനി കുറച്ച് സമയം. ഇനി അതിന് ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുകയാണ് ചെയ്യുക കേട്ടോ. ഒരു 20 മിനിറ്റാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഇരിക്കും കേട്ടോ. എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല, പുകച്ചലോ കാര്യമൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ കൈ കടിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി ബേണിങ് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ലൈറ്റായിട്ട് നമ്മളുടെ ഒരു വിക്സൊക്കെ തൊടുമ്പോൾ ഉള്ള പോലെ ഒരു ലൈറ്റായിട്ടൊരു പുകച്ചലുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാഗത്തൊന്നും ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യണം. അതിന് ആര് പറഞ്ഞു തന്നതാണെങ്കിലും നമ്മുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വ്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഞാൻ ഷോർട്സിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അതിൽ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇടത് ഭാഗത്ത് താഴെയായിട്ട് ഒരു വ്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നില്ല. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ബൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എൻ്റെ തന്നെ വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. പലരും അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇതെടുത്തതാണ്. ഒരു ബ്രാൻഡ് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മിക്കവാറുള്ള പരിപാടിയാണ് അതിൻ്റെ ഒരുപാട് ഡ്യൂപ്പ് ഇറങ്ങുന്നുള്ളത്. ആൾക്കാരതൊന്നും നോക്കാതെ ചിലപ്പോൾ വാങ്ങിക്കും. അപ്പോൾ റേറ്റിംഗ് ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ. ബൈ.